അതായത് നമ്മുടെ കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷ് ആണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല. രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എടാ ഈ ഒരു എമൗണ്ട് പുറത്തു വരണ്ട, കാരണം അത്രയ്ക്ക് ചീപ്പ് അവൻ രേണുവിന് താല്പര്യം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, രേണു സുധി തന്നെ. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വീഡിയോസൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഡാൻസ് കളിക്കുന്നു, പിന്നെ വേറെ കുറേ പേക്കൂത്തുകൾ കാണിക്കുന്നു, എന്നിട്ട് ഐ എം ഹാപ്പി എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ എഴുതി വെക്കുന്നു. ഇതാ ഞാൻ പലവട്ടവും പറഞ്ഞത്, ഈ സ്ത്രീ കാണിക്കുന്നത് വെറും നാടകമാണ്. അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറേ കോമാളിത്തരങ്ങൾ. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട്. ഇപ്പം രേണുവിൻ്റെ കൂട്ടുകാരികളെയും കൊണ്ട് ഈ കിച്ചുവിന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി ഞങ്ങളാരും അല്ല പറഞ്ഞത്, കിച്ചുവാ പറഞ്ഞത്. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും അടിച്ചിറക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ വേണം. ഞാൻ വേണമെങ്കിൽ കിച്ചുവിൻ്റെ വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കാം. ഈ സ്ത്രീ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ? എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക, ഇവരെന്തും ഇവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോടൊന്നും. ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ. കേട്ടല്ലേ? അതുകൊണ്ട് ഇത് ഞങ്ങളാരും അല്ല പറഞ്ഞത്, കിച്ചുവാണ് പറഞ്ഞത്. ഇപ്പം ഇവരുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രേണു സുധി അവിടെ ഇല്ലായിരുന്നു. പകരം രേണു സുധിയുടെ ചേച്ചിയുടെ ഭർത്താവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പള്ളിയിലുള്ള കുറച്ച് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പള്ളിയിലുള്ള ആൾക്കാർ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരുത്തൻ അവിടെ ചങ്ക് തകർന്നിരിക്കുന്ന സമയത്താണ് നീയൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയും 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയൊക്കെ ചെയ്യുന്നത്. എന്നൊക്കെ നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? എന്തായാലും ബാക്കിയുടെ കേൾക്കാം. വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത് ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ, ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന്. അവൻ്റെ വീഡിയോയിൽ എവിടെയും രേണു ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല, അവൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും വായിൽ നിന്ന് തന്നെ വീണ് അത് ഈ പറയുന്ന രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നുവെന്ന്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആഹാരം പോലും കഴിക്കാതെ കിച്ചുവിൻ്റെ കൂടെ വണ്ടിക്കകത്തിരുന്നയാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അവ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് മനഃപൂർവ്വം ആ ഒരു പയ്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയുവാണല്ല. അതായത് അവൻ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അടിച്ച് തെറിപ്പിച്ച് നടക്കുന്നവനാണ്, അവൻ ലഹരിക്ക് അടിമയാണ് എന്നുള്ളൊരു സാധനം പബ്ലിക്കിൻ്റെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ പറയുന്നു, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. ഇവരിപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ സൂപ്പറാണെന്നും പറഞ്ഞാണ് ഇവറ്റകളെല്ലാം കമൻ്റ് ഇട്ടേക്കുന്നത്. അതായത് ഒരു നാണവും മാനവും ഇല്ലാത്ത കുറേ ആളുമാർ. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നിനക്കൊക്കെ ഒരു ലേശം മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അവൻ വന്ന് ഷെയർ ചെയ്തത്. അതിനെ വരെ പുച്ഛിച്ച് തള്ളുവാണ്.
നടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാം, ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം അറിഞ്ഞിട്ട് സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. സത്യം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്. കാര്യം രേണുവിൻ്റെ തനിക്കണോ എന്താണെന്ന് അവൻ തന്നെ വന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളാരും വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അവൻ പറയുമ്പോഴേ ആൾക്കാർക്ക് ഇത്രയും കൂടെ ഒക്കെ ബോധം വരത്തുള്ളൂ. ഇപ്പോഴും ബോധം വയ്ക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇനി കിച്ചുവിന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ കണക്കുമായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അതായത് രേണുവിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള വ്യക്തി. അവരുടെ പേരെന്തോ ശ്രീതു എന്നെങ്ങാണ്ടാണ് അവരുടെ പേര്. പലവട്ടവും നിലപാട് മാറ്റി കളിക്കുന്ന വ്യക്തികളാണ്. അതുകൂടെ പറയാം, ഇന്ന് രേണുവിനെ തെറി പറയുമെങ്കിൽ നാളെ രേണുവിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇടും. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് പിന്നെ രേണുവിനെ തെറി പറയും. അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ, അതുകൊണ്ട് ഇവരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ. അതായത് കിച്ചു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, കിച്ചുവിൻ്റെ എല്ലാ ചെലവിനുമുള്ള ക്യാഷ് രേണു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കൊടുക്കാതെ ആര് കൊടുക്കണം? നാട്ടുകാർ കൊടുക്കണോ? അവരുടെ ഉത്തരവാദിത്വമാണത്. പലരും വന്ന് പല കമന്റ്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇവളെന്താ മൂന്നാം അമ്മയല്ലേ, അല്ലെങ്കിൽ ഇവളെ ചെലവിന് കൊടുക്കുന്നില്ല, ആ കൊച്ചിനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട്, ഓക്കെ, ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് കാണുക. അതിനകത്ത് മാർച്ച് 24-ാം തീയതി കൊടുത്തിട്ടുണ്ട്. അതായത് 3 ദിവസത്തിന് മുന്നേ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ 20-ാം തീയതി കൊടുത്തിട്ടുണ്ട്, 18-ാം തീയതി കൊടുത്തിട്ടുണ്ട്, 17-ാം തീയതി കൊടുത്തിട്ടുണ്ട്, 14-ാം തീയതി കൊടുത്തിട്ടുണ്ട്, 5-ാം തീയതി കൊടുത്തിട്ടുണ്ട്, പിന്നെ 5-ാം തീയതി, അതായത് 5-ാം തീയതി തന്നെ 2 വട്ടം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും. ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഉള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഇത് പറഞ്ഞൊരു കാര്യമാണ്. കാര്യം രേണു ചെറിയ പൈസകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം രേണുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, കിച്ചു ഇങ്ങനെ വിളിക്കുന്നത് കണ്ടു, കിച്ചുവിന് പൈസ അയച്ചു കൊടുക്കുന്നേ കണ്ടത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. എടാ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ പൈസ കൊടുക്കാനായിട്ട് അവന് വേറെ ആരാണുള്ളത്? അവന് ചോദിക്കാൻ വേറെ ആരാ ഉള്ളത്? അവൻ നാട് നീളെ പോയി അവൻ കൈ നീട്ടണോ? നിങ്ങളടുത്ത് ചോദിക്കാനുള്ള അവകാശം ഉണ്ടായതിൻ്റെ പേരിലല്ലേ അവൻ ചോദിക്കുന്നത്? അതും 200, 300, 1000 രൂപയ്ക്ക് അയക്കുന്നത്. ആ കണക്കാണ് ഇതൊക്കെ. അല്ലാതെ ഇതൊക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും അല്ല. അങ്ങേ അറ്റം പോയ ഒരു 1000 രൂപ അല്ലാതെ വലിയ എമൗണ്ട് ഒന്നും ഇതിനകത്തില്ല. ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ഈ ഒരു വിഷയമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ. അവൻ്റെ ലൈഫ് സ്റ്റോറിയാണ് അവൻ വന്ന് ഷെയർ ചെയ്തത്. അല്ലാതെ നീയൊക്കെ മെനഞ്ഞാന്ന് കാശ് അയച്ചു കൊടുത്തതിൻ്റെ കണക്കിനെ പറ്റിയിട്ടല്ല അവൻ വന്ന് ഷെയർ ചെയ്തത്. അവൻ അനുഭവിച്ച കാര്യങ്ങൾ അതാണ് അവൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷാണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എടാ ഈ ഒരു എമൗണ്ട് പുറത്ത് വിടണ്ട, കാരണം അത്രയ്ക്ക് ചീപ്പ്. അയ്യോ, എമൗണ്ട് പുറത്ത് വിടണ്ട എന്ന് രേണു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അവർക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമോ? അവർക്ക് വേണമെങ്കിൽ പറയാം, ഒന്നുമില്ല അവൻ എൻ്റെ മകനാ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മകനാ, ഞാൻ ഒരിക്കലും അവന് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യത്തില്ല. അവൻ പറയണമെങ്കിൽ അവൻ പറഞ്ഞോട്ടെ അവൻ്റെ സൈഡ് എന്നുള്ള രീതിയിൽ അവർക്ക് കളയാം. പക്ഷെ അവരത് ചെയ്തില്ല. അവർ നൈസായിട്ട് ഇവരെയും കൊണ്ട് വന്ന് അടുപ്പിച്ച് കൊള്ളാം. എന്തായാലും കേട്ടോ, രേണുവിനെ സമ്മതിച്ച് തന്നേക്കുന്നത്. ഈ നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളൊരു സാധനം ഇതാണെന്ന് തോന്നുന്നത്, വേറെ ഒന്നുമില്ല. ഇതെന്തൊരു ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. 2 കൂട്ടുകാരികളും ഉണ്ട്. 2 കൂട്ടുകാർ, അതിനകത്ത് ഒരു കൂട്ടുകാരി പറയുന്ന കേൾക്കണം. ഇതോ ഈ മറ്റേ തങ്കച്ചൻ 1 ലക്ഷം രൂപ പറ്റിക്കാൻ നോക്കിയിട്ടില്ല. നേരെ മറിച്ച് ഈ മറ്റേ ബില്ല് അവിടെ ഈ സുധി മരിച്ചു കിടന്ന സമയത്ത് അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ബില്ല് കിച്ചുവിൻ്റെ കൈ കൊണ്ട് കൊടുത്തത് ചേച്ചിയുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തങ്കച്ചൻ ഒന്നും ചെയ്തിട്ടില്ല, തങ്കച്ചൻ ഇത് അറിയത്തേ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവനെന്തോ സ്വപ്നം കണ്ടോ? അവനിത് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? രേണുവിന് താല്പര്യമില്ല. കിച്ചു വന്ന് ഇത്രയും ഡയലോഗ് അടിച്ച് കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതും തന്നില്ല. ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിച്ചൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വെക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക, കണ്ടു നോക്കാം. അതായത് ഈ മാസത്തെ മാർച്ച് മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോയിട്ടുണ്ട്. 24-ാം തീയതി, 20-ാം തീയതി, 18-ാം തീയതി, 17-ാം തീയതി, 14-ാം തീയതി, 5-ാം തീയതി, ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ. പിന്നെ ലക്ഷങ്ങളല്ലേ കിച്ചുവിന് കൈമാറുന്നത്. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ആലോചിച്ചോണം. ഈ ചെറിയ എമൗണ്ടിന് വരെ ഇവർ വന്ന് കണക്ക് പറയണമെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ബോധം എന്ത് മാത്രം ഉണ്ടെന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന്. ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും.
എന്നിട്ട് വേറൊരു കുറച്ച് ഡയലോഗോടെ പറയുന്നുണ്ട്, അവൻ വഴി തെറ്റിപ്പോയാലോ കൂടുതൽ പൈസ കൊടുത്താൽ അത് നല്ലൊരു അടവാണ്, മനസ്സിലായ? ഇനി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, വലുതായിട്ടൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ സുധി മരിച്ച സമയത്ത് പിരിച്ച് കിട്ടിയ പൈസയെന്ന് ആദ്യം കിച്ചുവിനാണ് ബൈക്ക് മേടിച്ചു കൊടുത്തത്. പിന്നെ അവൻ്റെ അച്ഛൻ്റെ പേര് കിട്ടിയ പൈസയെന്ന് അവൻ ബൈക്ക് എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ സംഭവിക്കുന്നത്? അവൻ അവകാശമുള്ള കാശല്ലേ, ഈ ഇൻഷുറൻസ് തുക അവൻ അവകാശമുള്ള കാശല്ലേ, ആ വണ്ടി എടുത്തതിന് ഇവിടെ എന്തോ പ്രശ്നം? നിനക്കൊക്കെ ലേശ ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ? അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള സാധനമായിട്ട് വാ, പിന്നെ ഒരു അന്തസ്സുണ്ട്. കിച്ചുവിന് ചെലവിന് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്, മനസ്സിലായോ നിങ്ങൾ? അതായത് അപ്പോൾ നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടെങ്കിലും ഈ ഒരു തെളിവ് വെച്ചിട്ടെങ്കിലും കിച്ചുവിന്റെ എന്ത് കാര്യങ്ങളാണ് രേണു ചെയ്യാത്തത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. കിച്ചുവിന് കിട്ടാത്ത കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. അവൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പോയി. അവനൊരു പ്രോപ്പർ ഒരു അമ്മയുടെ സ്നേഹം അവന് നേരെ ചുവയെ അവന് കിട്ടിയിട്ടില്ല. അവൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്. അതായത് അവനെ കെയർ ചെയ്യുക, അവനെ നേർവഴിക്ക് നടത്തുക, അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കടമകളുണ്ട്. അതൊക്കെയാണ് അവന് കിട്ടാത്തത്. അല്ലാതെ കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊന്നും അവൻ എവിടെ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, കേട്ടല്ലേ? അവൻ്റെ ലൈഫിൽ അവൻ അനുഭവിച്ച സ്ട്രഗിളിനെ പറ്റിയിട്ടാണ് അവൻ വന്ന് സംസാരിക്കുന്നത്. ഇവിടെ എന്തിൻ്റെ പേരിലാണ് ഈ കാശിൻ്റെ കാര്യം ഇവിടെ വലിച്ചിടാൻ പോകുന്നത്? നിനക്കൊക്കെ ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? പലരും പറയുന്നുണ്ട് കിച്ചുവിനെ അവളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ കിച്ചുവിന്റെ കാര്യം നോക്കിയില്ല, ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പോയല്ലോ. ഏത് അമ്മമാരാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതൊരു തെളിവാണ്, നല്ലൊരു തെളിവാണ്. അവനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ കിച്ചുവിനെ നോക്കേണ്ട കാര്യമില്ല ഇവർക്ക്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ കിച്ചുവിനെ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? രേണുവിന് ഇത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? കാരണം എനിക്ക് ഓൾറെഡി അറിയാം എന്ത് ഇത്രയും ക്യാഷ്. ഈ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്തോ ലക്ഷക്കണക്കിന് രൂപ ആ ഒരു പയ്യന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നത്. ഏതമ്മമാരാണ് ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ ഏതമ്മമാരാണ് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഈ കൂടുതലായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കൂടിപ്പോവും. ഇതിനുള്ള മറുപടി കമൻസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാണ് ആ ചെറുക്കനെ പിന്നെയും ഇങ്ങനെ അങ്ങിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഞാൻ അറിയാനായിട്ട് ഞാൻ ചോദിക്കുക, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇനിയും അവനെ ഇങ്ങനെ മറ്റേ ഈ പൈസയുടെ ട്രാൻസാക്ഷൻ എടുത്തുകൊണ്ട് വെച്ച് കാണിക്കുന്നു. ഇനിയിപ്പോൾ തീർന്നിട്ടില്ല, ഇനിയും വരും. നിങ്ങൾ നോക്കിക്കോ, ഇവർ വീണ്ടും ഈ പറയുന്ന രേണുവിൻ്റെ കൂട്ടുകാർ പറയുന്ന 5-6 ദിവസത്തിനകത്ത് വെച്ച് തന്നെ കുറേ ഡീറ്റെയിൽസ് പുറത്തുവിടും. 5-6 ദിവസം ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രേണു 2-ാം തീയതി നാട്ടിൽ വരും. വന്നു കഴിഞ്ഞാൽ കുറേ മീഡിയക്കാരെയും പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. എല്ലായിടത്തും ഇങ്ങനെ പൊക്കി കാണിക്കും, കണ്ടില്ലേ ഞാൻ പൈസ അയച്ചു കൊടുത്തതാണ് എന്നും പറഞ്ഞിട്ട് കുറേ നാടകം കാണിക്കും. വേണേൽ അവിടെ നിന്ന് പൊട്ടിക്കരാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അനാവശ്യമായിട്ട് ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? ഇനി രാവിലെ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് രേണുവിൻ്റെ ഒരു ഡാൻസ് ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. വിവാദം ഡൗൺ ആക്കും, 10 പേർ മതി എനിക്ക് ഓക്കെ ആകാൻ. എഗെയിൻ ഹാപ്പി, ഷെഫീന ബീവി പോയി പണി നോക്കടി. കണ്ടോ, ഇവർക്ക് യാതൊരുവിധ കുറ്റബോധമോ വിഷമോ ഒന്നും ഇവർക്കില്ല. ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ്. ഇതാണ് പറയുന്നത് ഈ ഒരു സ്ത്രീ വെറും ഫേക്കാണ് എന്ന്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, നിങ്ങൾക്ക് വളരെ എവിഡൻ്റ് ആണ് ഇങ്ങനെയുള്ള വീഡിയോസിനകത്ത് നിന്ന് തന്നെ. ഇവരെത്രത്തോളം ധിക്കരിച്ചാണ് ഇവർ പിന്നെയും പോസ്റ്റുകൾ ഇടുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് പേഴ്സണലി അവനെ വിളിക്കാം, അതിനൊരു അന്തസ്സുണ്ട്. ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്താണ് ഇവരെ. ഈ കിച്ചുവിനെ വിളിച്ചിട്ട് ചോദിക്കാം, കിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ കാരണം എന്തെങ്കിലും മാനസികമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവർക്ക് സംസാരിക്കാം. ഇവർക്ക് ഈ വന്ന നെഗറ്റീവ് കംപ്ലീറ്റ് മാറിയാനെ. പക്ഷേ ഇവർ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ? ഇവർ വീണ്ടും ഓരോ റീൽസ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇതുപോലെയുള്ള ക്യാപ്ഷൻസ് എഴുതി വെക്കുന്നു. അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും പറ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ട് പ്രയോജനമില്ല. എന്തായാലും രേണു നാട്ടിൽ വരട്ടെ. കിച്ചുവിൻ്റെ ഇനി വീഡിയോസ് വല്ലതും വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. കിച്ചു ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി എന്തിനാണ് ഉണ്ടായിരിക്കുന്നത്? ഉള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.